എല്ലാവരും മില്ലറ്റ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷേ ഓട്സ് മില്ലറ്റാണോ എന്നും അധികം ആൾക്കാർക്ക് ഇപ്പോഴും സംശയമുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോയിൽ ഈ മില്ലറ്റ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. മില്ലറ്റ്സിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇനി നിങ്ങളുടെ ഡയറ്റിൽ മില്ലറ്റ്സ് ഉൾപ്പെടുത്താൻ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കണ്ടുപിടിക്കാം. ആദ്യമായിട്ട് മില്ലറ്റ്സ് എന്താണെന്ന് പറയാം. അരിയും ഗോതമ്പും പോലെയുള്ള വലിയ ധാന്യങ്ങളല്ല, ചെറുധാന്യങ്ങളെയാണ് നമ്മൾ മില്ലറ്റ്സ് എന്ന് പറയുന്നത്. അരിയും ഗോതമ്പും പോലെ വലിയ ചെടികളിലല്ല, ഗ്രാസ് അല്ലെങ്കിൽ പുല്ല് വർഗ്ഗത്തിലാണ് അധികം മില്ലറ്റ്സും വരുന്നത്. ഇനി നിങ്ങൾ മില്ലറ്റ്സ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇംഗ്ലീഷ് നെയിം അറിഞ്ഞിരിക്കുന്നത് നിർബന്ധമാണ്. കാരണം മലയാളത്തിൽ ഒട്ടുമിക്ക അധിക സ്ഥലത്തും ഇതിൻ്റെ പേര് മാറിക്കൊണ്ടിരിക്കും. മില്ലറ്റ്സ് വേൾഡ് വൈഡ് തന്നെ പല സ്ഥലത്ത് പല പേരാണ്. പക്ഷേ നമ്മൾ അറ്റ്ലീസ്റ്റ് മലയാളത്തിലുള്ള പേരും ഇംഗ്ലീഷിലുള്ള പേരും എങ്കിലും ഒന്ന് പഠിച്ചിരിക്കുക. ഇനി കുറച്ച് കോമൺ ആയിട്ടുള്ള മില്ലറ്റ്സിനെ കുറിച്ച് ഞാൻ പറയാം. അതിൽ ഫിംഗർ മില്ലറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാളത്തിലുള്ള പേര് അധിക സ്ഥലത്തും പഞ്ഞിപ്പുല്ല് എന്നാണ് പറയാറ്. റാഗി എന്ന് പറയുന്നതും ഈ പറയുന്ന ഫിംഗർ മില്ലറ്റ് തന്നെയാണ്. KODO മില്ലറ്റ് എന്ന് പറയുന്നത് കൂവരങ്ങാണ്. ഫോക്സ് ടെയിൽ മില്ലറ്റ് എന്ന് പറയുന്നത് നമ്മൾ കിളികൾക്കെല്ലാം ഭക്ഷണമായി കൊടുക്കുന്ന തിനയാണ്. ലിറ്റിൽ മില്ലറ്റ് എന്ന് പറയുന്നത് ചാമയാണ്. ചാമ അരി എന്നും പറയാറുണ്ട്. ബാൺയാർഡ് മില്ലറ്റ് കവടപ്പുല്ലാണ്. പേൾ മില്ലറ്റാണ് കമ്പം. പേൾ മില്ലറ്റ് അഥവാ കമ്പമാണ് വേൾഡ് വൈഡ് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന മില്ലറ്റ് എന്ന് പറയുന്നത്. സോർഗം മില്ലറ്റ് എന്ന് പറയുന്നത് മലയാളത്തിൽ നമ്മൾ ചോളം എന്ന് പറയും. ഇനി മില്ലറ്റ്സ് നമ്മൾ ഈ അടുത്ത് കണ്ടുപിടിച്ച സാധനമൊന്നുമല്ല. 7000 കൊല്ലങ്ങളായി മനുഷ്യന്മാർ മില്ലറ്റ്സ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. നമ്മളുടെ പൂർവികർക്കൊക്കെ ഇത് അവരുടെ ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗം തന്നെയായിരുന്നു. നമ്മളും അതേപോലെ മില്ലറ്റ്സിനെ നമ്മളുടെ ഭക്ഷണത്തിലേക്ക് കൊണ്ടുവരേണ്ട സമയമായിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പേൾ മില്ലറ്റിൻ്റെ ഹിന്ദിയിലുള്ള പേര് ബാജ്ര എന്നാണ്. ഇനി നമുക്ക് മില്ലറ്റ്സിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യം പറയാനുള്ളത് ഗ്ലൈസിമിക് ഇൻഡെക്സ് ആണ്. ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് തരത്തിലുള്ള ഭക്ഷണമായാലും കഴിച്ചു കഴിഞ്ഞാൽ എത്ര പെട്ടെന്നാണ് അത് ഗ്ലൂക്കോസായി മാറി നിങ്ങളുടെ ബ്ലഡിലേക്ക് എത്തുന്നത്, അതിനെയാണ് ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറയുക. അരി ഭക്ഷണത്തിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് 73 ആണ്. പക്ഷേ ഒട്ടുമിക്ക എല്ലാ മില്ലറ്റ്സിൻ്റെതും വരുന്നത് 50-ൻ്റെയും 60-ൻ്റെയും ഇടയിലാണ്. അതായത് മില്ലറ്റ്സിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറവാണ്. അതുകൊണ്ട് തന്നെ ഇത് പ്രമേഹ രോഗികൾക്കും പ്രമേഹം വരാതെ നോക്കാനൊക്കെ ഇത് ഭക്ഷണമായി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. രണ്ടാമത്തെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് ഫൈബർ കിട്ടണം. നമ്മൾ ഫൈബറിന് വേണ്ടി വെറും ഫ്രൂട്ട്സിനും വെജിറ്റബിൾസും നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും കൂടുതൽ എമൗണ്ടിൽ വെജിറ്റബിൾസും ഫ്രൂട്ട്സും കഴിച്ചാലേ നമുക്ക് ഫൈബർ കിട്ടുകയുള്ളൂ. ഉദാഹരണത്തിന് ഒരു ദിവസം 7-8 പ്രാവശ്യം ഒരു കൈയിൽ ഒതുങ്ങുന്ന അത്രയും ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിച്ചാലേ നമുക്ക് ആവശ്യമുള്ള ഫൈബറിൻ്റെ അടുത്തെങ്കിലും എത്തുകയുള്ളൂ. പോരാത്തതിന് ഫ്രൂട്ട്സിലും വെജിറ്റബിൾസും ഗ്രീൻസ് എന്നൊക്കെ പറയുന്നതിൽ വെള്ളത്തിൻ്റെ അംശം കൂടുതലാണ്, ഫൈബറിൻ്റെ അംശം കുറവാണ്. നേരെ മറിച്ച് മില്ലറ്റ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ വെറും 100 ഗ്രാം മില്ലറ്റ്സിന് 10 ഗ്രാം ഫൈബർ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇങ്ങനെ കിട്ടുന്ന ഭക്ഷണം വേറെ ഇല്ലയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അരി ഭക്ഷണത്തിൽ നിന്നോ ഗോതമ്പിൽ നിന്നോ ഒന്നും ഇത്രയും ഫൈബർ കിട്ടില്ല. ഫ്രൂട്ട്സിനും വെജിറ്റബിൾസിനും കിട്ടില്ല. പോരാത്തതിന് മില്ലറ്റ്സിൽ നിന്നും കിട്ടുന്ന ഫൈബറാണ് നമുക്ക് ഹ്യൂമൻ ബോഡിക്ക് കുറച്ചും കൂടിയും ആവശ്യമുള്ളത്. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിലുള്ള ഫൈബർ ചെറിയ വ്യത്യാസമുണ്ട്. ഇനി എനർജീൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഊർജ്ജത്തിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും മില്ലറ്റ്സ് റൈസിൻ്റെയും ഗോതമ്പിൻ്റെയും അടുത്ത് എത്തുന്നില്ലെങ്കിലും ഏകദേശം 370 കിലോ കാലറീസൊക്കെ മില്ലറ്റ്സിൽ നിന്നും നമുക്ക് എനർജി ആയിട്ട് തന്നെ കിട്ടും. അതായത് കുറച്ച് കഴിച്ചാൽ തന്നെ നമുക്ക് വയറ് നിറയും, നമുക്ക് ആവശ്യമുള്ള എനർജി കിട്ടും. 100 ഗ്രാം റോ മില്ലറ്റ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ കണ്ടൻറ്റും കൂടുതലാണ്. റൈസിനേക്കാളും വീറ്റിനേക്കാളും കൂടുതലാണ്. റൈസിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഇരട്ടീൻ്റെ അടുത്തുണ്ടെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്രോട്ടീൻ കണ്ടൻറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല ഐഡിയ കിട്ടാൻ ഇതിനു മുമ്പേ ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോ തീർച്ചയായിട്ടും കാണുക. ഇതിനു പുറമെ നമുക്ക് ആവശ്യമുള്ള അളവിൽ ബി കോംപ്ലക്സ് വൈറ്റമിൻസ് മില്ലറ്റ്സിൽ അടങ്ങിയിട്ടുണ്ട്. മിനറൽസ്, പ്രത്യേകിച്ചും മാംഗനീസ് നല്ല രീതിയിൽ മില്ലറ്റ്സിൽ അടങ്ങിയിട്ടുണ്ട്. മറ്റൊരു ബെനിഫിറ്റാണ് മില്ലറ്റ്സിൽ അടങ്ങിയിരിക്കുന്ന ഫൈറ്റോ കെമിക്കൽസ്. നമ്മളുടെ ബോഡിയിലുള്ള കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഈ പറയുന്ന ഫൈറ്റോ കെമിക്കൽസ് ധാരാളം മതി. സീലിയാക് ഡിസീസ് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഒരു തരത്തിലുള്ള ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസാണ്. അവർക്ക് എല്ലാ തരത്തിലുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, പ്രത്യേകിച്ച് ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണം. മില്ലറ്റ്സിൽ ഗ്ലൂട്ടൻ വരുന്നില്ല. ഗ്ലൂട്ടൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ സീലിയാക് ഡിസീസൊക്കെ ഉള്ള പേഷ്യൻസിന് മില്ലറ്റ്സ് കൊണ്ടുള്ള ഭക്ഷണം വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അവർക്ക് എല്ലാ ദിവസവും വേണമെങ്കിൽ കഴിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇതിന് പുറമെ മില്ലറ്റ്സിൽ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉണ്ട്. ഈ ആൻറ്റി ഓക്സിഡൻറ്റ്